Download now. CC Learning app. Hi, welcome to CC Ignite. I am Revati Babu. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സൈക്കോളജിയിൽ നിന്ന് ഒരു ടോപ്പിക്കാണ്. ബ്രൂണറിന്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ് നമ്മളിന്ന് നോക്കുന്നത്. തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ബ്രൂണറിന്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന് സ്റ്റേജസ് ഉണ്ടല്ലേ, സ്റ്റെപ്സ് ഉണ്ട്. പിയാഷയുടെ നമ്മൾ നോക്കിയതാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ബ്രൂണറിന്റെ ആണ്. എല്ലാ എക്സാംസിനും ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലേണിംഗ് സ്റ്റേജസ് നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് ആണ് ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനാക്റ്റീവ് സ്റ്റേജ് ആണ്, ലേണിംഗ് ബൈ ഡൂയിങ് ആണ്. ആക്ഷൻസിലൂടെ കുട്ടികൾ ഓരോന്ന് മനസ്സിലാക്കുന്നു, പഠിക്കുന്നു. അതാണ് ഈ സ്റ്റേജിൽ പറയുന്നത്. ഇവിടെ ലാംഗ്വേജ് ഡെവലപ്പ് ആയിട്ടില്ല കുട്ടി എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത് എന്തിലൂടെയാണ്? ആക്ഷൻസിലൂടെയാണെന്നാണ് പറയുന്നത്. ലേണിംഗ് ബൈ ഡൂയിങ് ആണ് ഇവിടെ വരുന്നത്. അക്കോർഡിംഗ് ടു ജെറോം ബ്രൂണർ, ചിൽഡ്രൻ ഫസ്റ്റ് ലേൺ ത്രൂ ആക്ഷൻസ്. They understand things by doing them, not by listening. അപ്പോൾ കുട്ടികൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നത് ചെയ്താണ്, പ്രവൃത്തിയിലൂടെയാണ്, ആക്ഷൻസിലൂടെയാണെന്നാണ് പറയുന്നത്. According to Jerome Bruner, children first learn through actions. കുട്ടികൾ ആദ്യം തന്നെ ആക്ഷൻസിലൂടെയാണ് പഠിക്കുന്നത്. They understand things by doing them, not by listening. Doing, അതാണ് ഇവിടെ പറഞ്ഞത്. ലേണിംഗ് ബൈ ഡൂയിങ് ആണ്. ആക്ഷൻസിലൂടെയാണ് കുട്ടികൾ ഓരോന്ന് മനസ്സിലാക്കുന്നത്, പ്രവൃത്തിയിലൂടെയാണ്, ചെയ്ത് മനസ്സിലാക്കുന്നു. ഫോർ എക്സാമ്പിൾ, എ ചൈൽഡ് ലേൺസ് ദാറ്റ് എ ബോൾ റോൾസ് ബൈ പുഷിംഗ് ഇറ്റ്. സിമിലർലി ദേ ലേൺ ടു ഓപ്പൺ എ ഡോർ ബൈ ട്രൈയിങ് ഇറ്റ് ദംസെൽവ്സ്. ലേണിംഗ് ഹാപ്പൻസ് ത്രൂ എക്സ്പീരിയൻസ് ആൻഡ് ട്രയൽ ആൻഡ് എറർ. എന്താണ് പറഞ്ഞത്? ഫോർ എക്സാമ്പിൾ, എ ചൈൽഡ് ലേൺസ് ദാറ്റ് എ ബോൾ റോൾസ് ബൈ പുഷിംഗ് ഇറ്റ്. അല്ലെ, ഒരു ബോളിനെ പുഷ് ചെയ്യുമ്പോൾ ആ ബോൾ എന്ത് ചെയ്യുന്നു? റോൾ ചെയ്യുകയാണ് അല്ലെ. അത് കുട്ടി മനസ്സിലാക്കുകയാണ്. തട്ടിയപ്പോഴാണ്, ആ ബോളിനെ തട്ടിയപ്പോഴാണ്, ടച്ച് ചെയ്തപ്പോഴാണ് അത് ഉരുണ്ടുപോയത് എന്ന് കുട്ടി ആക്ഷൻസിലൂടെ, ഡൂയിങ്ങിലൂടെ മനസ്സിലാക്കുകയാണ്. അത് മനസ്സിലാക്കിയ കുട്ടി അതുമായി സിമിലർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യുമ്പോൾ നടക്കും. സിമിലർലി ദേ ലേൺ ടു ഓപ്പൺ എ ഡോർ ബൈ ട്രൈയിങ് ഇറ്റ് ദംസെൽവ്സ്. അതിലൂടെ തന്നെ ആ ഒരു സിമിലർ ആയിട്ടുള്ള അതേ കാര്യങ്ങൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ അതേ രീതിയിൽ നടപ്പാകും, അല്ലെങ്കിൽ അതുപോലെ ചെയ്യാം എന്നൊരു രീതിയിലേക്ക് കുട്ടി എത്തുകയാണ്. അതാണ് ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്നത്. കുട്ടിയുടെ ആ ഒരു എക്സ്പീരിയൻസിലൂടെ കുട്ടിക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാവുകയാണ്, അവൻ ചെയ്ത് പഠിക്കുകയാണ്. അപ്പോ ഫസ്റ്റ് സ്റ്റേജ് ആണ് ബ്രൂണറിന്റെ ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് മനസ്സിലാക്കുക. ലേണിംഗ് ബൈ ഡൂയിങ് ആണ് അവിടെ നടക്കുന്നത്. കുട്ടി ഓരോ കാര്യങ്ങൾ ചെയ്ത് മനസ്സിലാക്കുന്നു, പ്രവൃത്തിയിലൂടെ കുട്ടി ഓരോന്ന് പഠിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ. നെക്സ്റ്റ് സ്റ്റേജ് ആണ് ഐക്കോണിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ലേണിംഗ് ബൈ സീയിങ് ആണ്. ലേണിംഗ് ബൈ സീയിങ്, നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് പറഞ്ഞു ലേണിംഗ് ബൈ ഡൂയിങ്, അതേപോലെ ലേണിംഗ് ബൈ സീയിങ് ആണ് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇൻ ദിസ് സ്റ്റേജ് ചിൽഡ്രൻ ലേൺ ത്രൂ ഇമേജസ് ആൻഡ് വിഷ്വൽസ്. They can understand things even without direct experience. For example, a child can recognize an elephant by seeing its picture. Charts, flashcards and videos help children remember and understand better. അല്ലെ, ഒരു കുട്ടി പിക്ചറിലൂടെ ഒരു കാര്യം കണ്ട് മനസ്സിലാക്കുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു കുട്ടി ആപ്പിൾ കണ്ടിട്ടില്ല, അവൻ ആദ്യം തന്നെ ചിത്രത്തിലൂടെ അല്ലെങ്കിൽ ഒരു പിക്ചറിലൂടെ ആപ്പിൾ പരിചയപ്പെടുത്തുന്നു. പിന്നീട് അവൻ ഒറിജിനലി ആപ്പിൾ കാണുകയാണ്. ഒരു എക്സാമ്പിൾ മാത്രമാണ് അല്ലെ. നമ്മൾ എല്ലാ കാര്യങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കില്ല, പലതും പിക്ചേഴ്സ് മാത്രമായിരിക്കും കണ്ടിട്ടുണ്ടായിരിക്കുള്ളൂ. ആ പിക്ചേഴ്സിലൂടെ ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. ഐക്കോണിക് സ്റ്റേജ് എന്ന് പറയുന്നത് ലേണിംഗ് ബൈ സീയിങ് ആണ് അല്ലെ. എന്താണ് പറയുന്നത്? വിഷ്വൽസിലൂടെ, ഇമേജസിലൂടെ, സിംബൽസിലൂടെ എല്ലാം കുട്ടികൾ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നതാണ് ഐക്കോണിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇൻ ദിസ് സ്റ്റേജ് ചിൽഡ്രൻ ലേൺ ത്രൂ ഇമേജസ് ആൻഡ് വിഷ്വൽസ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കുട്ടിയെ പിക്ചർ കാണിച്ചിട്ട് പഠിപ്പിക്കുകയാണ്. ഈ പിക്ചർ ഇന്നതാണ്, ഈ പിക്ചർ ഇന്നതാണ്. പിക്ചറിലൂടെ പഠിപ്പിക്കുന്നത് കുട്ടികൾക്ക് വളരെ നല്ലതാണ് അല്ലെ. കുട്ടികൾ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ, മനസ്സിലാക്കാനൊക്കെ പിക്ചേഴ്സ് സഹായിക്കും. അതാണ് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഫ്ലാഷ് കാർഡ്സും ചാർട്ടും വീഡിയോസും എല്ലാം കൊടുത്തേക്കുന്നത്. അപ്പോ ഇമേജസ്, വിഷ്വൽസ്, ഇതിലൂടെ എല്ലാം കുട്ടികൾ എന്ത് മനസ്സിലാക്കാണ്? ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് തിങ്സ് ഈവൻ വിത്തൗട്ട് ഡയറക്റ്റ് എക്സ്പീരിയൻസ്. ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഇല്ലാതെ തന്നെ കുട്ടികൾ അതെന്താണെന്ന് ആ പിക്ചറിലൂടെ മനസ്സിലാക്കി എടുക്കുകയാണ്. ആ സ്റ്റേജ് ആണ് ഐക്കോണിക് സ്റ്റേജ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ്, എ ചൈൽഡ് ക്യാൻ റെക്കഗ്നൈസ് ആൻ എലിഫന്റ്
by seeing its picture. ഒരു കുട്ടിയെ എലിഫന്റിനെ പരിചയപ്പെടുത്തുകയാണ്. അതൊരു അനിമൽ ആണ്, അതിന്റെ പേര് നെയിം എന്ന് പറയുന്നത് എലിഫന്റ് ആണ്, ഇതാണ് ആ ഒരു അനിമൽ എന്ന് കുട്ടി നേരിട്ട് കാണുന്നതിന് മുന്നേ തന്നെ പിക്ചറിലൂടെ അവൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു ആനിമലിനെ നേരിട്ട് കാണുമ്പോൾ കുട്ടിക്ക് അറിയാം, ഇതിനു മുന്നേ ഞാൻ പിക്ചറിൽ കണ്ട് മനസ്സിലാക്കിയ ആനിമൽ ആണ്. കുട്ടി സ്വന്തമായി പറയും അത് എലിഫന്റ് ആണെന്ന് കുട്ടി പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ പിക്ചറിലൂടെയാണ് കുട്ടി മനസ്സിലാക്കുന്നത്. ഇമേജസ് ആവാം, വിഷ്വൽസ് ആവാം, വീഡിയോസ് ആവാം, സിംബൽസ് ആവാം. ലേണിംഗ് ബൈ സീയിങ് ആണ് ഈ ഒരു സ്റ്റേജിൽ പറഞ്ഞു വെക്കുന്നത്. നെക്സ്റ്റ് ആണ് സിംബോളിക് സ്റ്റേജ് എന്ന് പറയുന്നത്. സിംബോളിക് സ്റ്റേജ് ലേണിംഗ് ബൈ ലാംഗ്വേജ് ആണ്. ഇവിടേക്ക് എത്തിയപ്പോൾ കുട്ടി ലാംഗ്വേജിലേക്ക് എത്തി. കുട്ടി തിങ്ക് ചെയ്യാൻ പഠിക്കുവാണ് അല്ലെ, കുട്ടി ലോജിക്കലി തിങ്ക് ചെയ്യാണ്, ലാംഗ്വേജിലേക്ക് എത്തി. ലേണിംഗ് ബൈ ലാംഗ്വേജ്, ഭാഷയിലൂടെ പഠിക്കുന്നു. Here children learn through words, numbers and symbols. They can think without seeing or doing. കാണാതെയോ, ഇപ്പൊ കുട്ടി കാണാതെയോ കേൾക്കാതെയോ എന്ത് ചെയ്യുന്നു? ചിന്തിച്ച് ഓരോന്ന് മനസ്സിലാക്കുകയാണ്. അവൻ ലോജിക്കലി തിങ്ക് ചെയ്യുകയാണ്. ഏതിലൂടെയെല്ലാം തിങ്ക് ചെയ്യുന്നത്? വേർഡ്സ് ആവാം, നമ്പേഴ്സ് ആവാം, സിമ്പിൾസ് ആവാം. ലാംഗ്വേജിലൂടെ അവൻ തിങ്ക് ചെയ്ത് അവൻ അതിലേക്ക് എത്തുവാണ്. അവൻ എവിടേക്കാണ് എത്തേണ്ടത്, എന്തിലേക്കാണ് എത്തേണ്ടത്, അവൻ ചിന്തിച്ച് അതിലേക്ക് എത്തുന്നു. ഫോർ എക്സാമ്പിൾ 5 + 3 8 can be solved without objects അല്ലെ. 5 + 3 8 ആണെന്ന് കുട്ടി മറ്റ് ഒബ്ജക്ട്സ് ഒന്നുമില്ലാതെ തന്നെ ചിന്തിച്ച്, അതാണ് നമ്മൾ പറയുന്നത് അല്ലെ, മനസ്സിൽ കൂട്ടുവാണ്. മനസ്സിൽ അവൻ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് ലാംഗ്വേജിലൂടെ അവൻ ആ ഒരു ആൻസറിലേക്ക് എത്തുവാണ്. എഴുതി കൂട്ടേണ്ട ആവശ്യം, ഒബ്ജക്ട്സ് നിരത്തി വെച്ചിട്ട് ഇപ്പോ ഒരു 5 + 3 എന്നാണ് പറഞ്ഞേക്കുന്നത്. കുട്ടികളാവുമ്പോൾ നമ്മള് ഇപ്പോ 5 ഒബ്ജക്ട്സ് അപ്പുറത്തും 3 ഒബ്ജക്ട്സ് ഇപ്പുറത്തും വെച്ചിട്ട് കൂട്ടാൻ പറഞ്ഞൊക്കെ പഠിപ്പിക്കും അല്ലെ. അതൊക്കെ സീയിങ് ആണല്ലേ, ലേണിംഗ് ബൈ സീയിങ് ആണ്. അത് കുട്ടി കണ്ടാണ് മനസ്സിലാക്കുന്നത്, കണ്ട് പിക്ചറിലൂടെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിലൂടെ മനസ്സിലാക്കാണ്. പക്ഷെ ഇവിടേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു? കുട്ടി ലാംഗ്വേജിലൂടെ ചിന്തിച്ച് തിങ്ക് ചെയ്ത് ആ ഒരു ആൻസറിലേക്ക് എത്തുകയാണ്. വിത്തൗട്ട് ഒബ്ജക്ട്സ് ആണ്. വെൻ ദേ ഹിയർ ട്രീ ദേ ക്യാൻ ഇമാജിൻ ഇറ്റ്. എന്താണ് ട്രീ എന്ന് കേൾക്കുമ്പോൾ തന്നെ കുട്ടി മനസ്സിൽ അത് ഇമാജിൻ ചെയ്യുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. എന്തൊരു കാര്യം പറയുമ്പോഴും എന്ത് ചെയ്യുന്നു? ആ കുട്ടി അത് മനസ്സിൽ ഇമാജിൻ ചെയ്യുന്നു. ഒരു വീട് പറയുമ്പോൾ, ഒരു വീടിനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു എലിഫന്റിനെ കുറിച്ച് പറയുമ്പോൾ, ഒരു ട്രീനെ കുറിച്ച് പറയുമ്പോൾ എല്ലാം കുട്ടി അത് മനസ്സിൽ ഇമാജിൻ ചെയ്ത് ഒരു ഇമാജിനേഷൻ കൊണ്ടുവരുന്നു. അല്ലെങ്കിൽ കുട്ടിയോട് ഒരു സ്റ്റോറി പറയുവാണ് നമ്മൾ, ആ സ്റ്റോറി അവന്റെ മനസ്സിൽ ഇമാജിൻ ചെയ്തെടുക്കും. അതിലെ ക്യാരക്ടേഴ്സിനെ, ആ ക്യാരക്ടേഴ്സ് ഇട്ടേക്കുന്ന ഡ്രസ്സ്, വയസ്സ്, ഏജ് ഇത്രയായിരിക്കും, അതിന്റെ ഹെയർ സ്റ്റൈൽ ഇങ്ങനെയായിരിക്കും, അവനെ കാണാൻ ഇങ്ങനെയായിരിക്കും. ഇതെല്ലാം കുട്ടി സ്വന്തമായിട്ട് കുട്ടിയുടെ മനസ്സിൽ, നമ്മളെല്ലാവരും അങ്ങനെയാണല്ലേ, ഇമാജിൻ ചെയ്തെടുക്കും. ഒരു സ്റ്റോറി ബുക്ക് വായിക്കുന്നത് പോലെ, നമ്മൾ ആ വായിക്കുന്നതിന്റെ കൂടെ ഇമാജിൻ ചെയ്യുന്നത് പോലെ ഈ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു? കുട്ടി തിങ്ക് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നു, അതിലേക്ക് എത്തുവാണ് ചെയ്യുന്നത്. ദിസ് സ്റ്റേജ് ഡെവലപ്സ് തിങ്കിങ് ആൻഡ് റീസണിങ് സ്കിൽസ്. തിങ്കിങ് ആൻഡ് റീസണിങ് സ്കിൽസ് ഈ ഒരു സ്റ്റേജിലാണ് ഡെവലപ്പ് ആകുന്നത്. അപ്പോ ഹിയർ ചിൽഡ്രൻ ലേൺ ത്രൂ വേർഡ്സ്, നമ്പേഴ്സ് ആൻഡ് സിംബൽസ്. ദേ ക്യാൻ തിങ്ക് വിത്തൗട്ട് സീയിങ് ഓർ ഡൂയിങ്. കണ്ടോ, ചെയ്തോ കണ്ടോ ഒന്നും കുട്ടിക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. അവന്റെ ചിന്തയിൽ എന്തുണ്ട്? കാര്യമുണ്ട്. വേർഡ്സിലൂടെ, നമ്പേഴ്സിലൂടെ, സിംബൽസിലൂടെയോ ലാംഗ്വേജിലൂടെ അവൻ എന്ത് ചെയ്യുന്നു? ഡെവലപ്പ് ചെയ്യുകയാണ്. 5 + 3 എന്ന് പറയുന്നത് അവൻ മനസ്സിൽ കൂട്ടി അതിന്റെ ആൻസർ കണ്ടെത്തുകയാണ് ലാംഗ്വേജിലൂടെ. ഓരോ കാര്യങ്ങളും കേൾക്കുന്നത് മനസ്സിൽ ഇമാജിൻ ചെയ്ത് അതിനൊരു രൂപം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് കുട്ടി ഇവിടെ. അപ്പൊ ഈ സ്റ്റേജ് എന്താണ്? സിംബോളിക് സ്റ്റേജ് എന്ന് പറയുന്നത് ലേണിംഗ് ബൈ ലാംഗ്വേജ് എന്ന് ഓർത്തു വെക്കുക. കുട്ടി ഇവിടെ വേർഡ്സ്, നമ്പേഴ്സ് ആൻഡ് സിംബൽസ്, ദേ ക്യാൻ തിങ്സ് വിത്തൗട്ട് സീയിങ് ഓർ ഡൂയിങ്. അതുപോലെ തന്നെ when they hear tree they can imagine it അല്ലെ. ഒരു കുട്ടിയോട് എന്തെങ്കിലും പറയുമ്പോൾ ആ കുട്ടി അത് ഇമാജിൻ ചെയ്തെടുക്കുന്നതും ഈ ഒരു സ്റ്റേജിൽ ഉൾപ്പെട്ടതാണ്. അതുപോലെ തന്നെ എന്തെല്ലാമാണ് ഗ്രാസ്പ് ചെയ്യുന്നത്? തിങ്കിങ് ആൻഡ് റീസണിങ് സ്കിൽസ് ഡെവലപ്പ് ആവുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്പൈറൽ കരിക്കുലം അല്ലെ. സ്പൈറൽ കരിക്കുലം, ഒരു കാര്യം പഠിച്ച് അതുമായി ബന്ധപ്പെട്ട അടുത്തൊരു കാര്യം അതിന്റെ അടുത്ത സ്റ്റെപ്പായി പഠിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഒരു ടോപ്പിക് പഠിച്ചു പോകുന്നതാണല്ലേ സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്നത്. ജെറോം ബ്രൂണർ അത് കൊണ്ടുവന്നതാണ്. ജെറോം ബ്രൂണർ ഓൾസോ എക്സ്പ്ലെയിൻഡ് ദാറ്റ് ദ സെയിം ടോപ്പിക് ഷുഡ് ബി taught again and again at different levels. For example, children learn counting first അല്ലെ. ആദ്യം കൗണ്ട് ചെയ്യാൻ പഠിക്കും, then addition,
ആൻഡ് ലേറ്റർ മോർ കോംപ്ലക്സ് പ്രോബ്ലംസ്. ആദ്യം കൗണ്ട് ചെയ്ത് പിന്നെ അഡീഷനിലേക്ക് എത്തി, അതിനുശേഷം ലാസ്റ്റ് ആണ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. ദിസ് ഹെൽപ്പ് ഇൻ ഡീപ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ അത് തന്നെയാണ് എന്ത് സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്നത്. ഒരു കുട്ടി പഠിക്കേണ്ട ഒരു വലിയ ടോപ്പിക്കിനെ ആദ്യം മുതൽ അവസാനം വരെ എന്ന ക്രമത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പഠിച്ചു പോകുന്ന രീതിയാണ് സ്പൈറൽ കരിക്കുലം. ജെറോം എസ് ബ്രൂണർ കൊണ്ടുവന്ന ഒരു ആശയമാണ്. അപ്പോ ഇതിൽ എന്താണ് പറയുന്നത്? ഓരോ കാര്യങ്ങളും കുട്ടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പഠിച്ചു പോകുന്നു. നമുക്ക് എന്തായാലും സ്റ്റെപ്സ് ഒന്ന് നോക്കാം. നമ്മള് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ബ്രൂണറിന്റെ സ്റ്റെപ്സ് ആണ് നോക്കിക്കൊണ്ടിരുന്നത്. നമുക്കറിയാം ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ്? ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇനാക്റ്റീവ് സ്റ്റേജ് ആണ്. നമ്മൾ പറഞ്ഞതാണ് ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറഞ്ഞതാണ്. ലേണിംഗ് ബൈ ഡൂയിങ് ആണ്. ഏജ് 0 to 3 years ആണ്. 0 to 3 years ആണ് ലേണിംഗ് ബൈ ഡൂയിങ്. ഇനാക്റ്റീവ് സ്റ്റേജ് 0 to 3 years. ഏജ് മറന്നു പോകരുത്. 0 to 3 years ആണ്. ലേണിംഗ് ത്രൂ ആക്ഷൻസ്, ഹാൻഡ്സ് ഓൺ എക്സ്പ്ലോറേഷൻ ആണ്. എന്താണ്? ആക്ഷൻസിലൂടെ, ഡൂയിങ്ങിലൂടെ ഒക്കെ കുട്ടി കാര്യങ്ങൾ പഠിക്കുന്നു അല്ലെ. എക്സാമ്പിൾ, പുഷിങ് എ ബോൾ ടു സീ ഇറ്റ് റോൾ. കണ്ടോ? പുഷ് ചെയ്തപ്പോൾ അത് അങ്ങനെ റോൾ ചെയ്ത് ഇങ്ങനെ പോയി, അത് ഉരുണ്ടിങ്ങനെ പോയി എന്ന് കുട്ടി മനസ്സിലാക്കി എടുക്കുകയാണ്. ആക്ഷനിലൂടെയാണ് അവനത് മനസ്സിലാക്കിയത്. അവന്റെ പ്രവൃത്തിയിലൂടെയാണ്. വേറെ ആരും പറഞ്ഞു കൊടുത്തോ പഠിച്ചോ ഒന്നുമല്ല മനസ്സിലാക്കിയത്. ആക്ഷനിലൂടെ അവന് സ്വന്തമായിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കുകയാണ്. ഫസ്റ്റ് സ്റ്റേജ് ആണ് ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. ലേണിംഗ് ബൈ ഡൂയിങ് ആണ് അവിടെ വരുന്നത്. ഏജ് 0 to 3 years ആണ്. നെക്സ്റ്റ് ആണ് ഐക്കോണിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഐക്കോണിക് സ്റ്റേജ് എന്ന് പറയുന്നത് ലേണിംഗ് ബൈ സീയിങ് ആണ്. നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്? ലേണിംഗ് ബൈ സീയിങ്. ഐക്കോണിക് സ്റ്റേജ് ഏജ് വരുന്നത് 3 to 6 years ആണ്. ഇവിടെ 0 to 3 years ആയിരുന്നു. ഇവിടേക്ക് വന്നപ്പോൾ സെക്കൻഡ് സ്റ്റേജ് 3 to 6 years ആണ്. ലേണിംഗ് ത്രൂ ഇമേജസ് യൂസിങ് പിക്ചേഴ്സ് ആൻഡ് വിഷ്വൽസ്. കുട്ടി പഠിക്കുകയാണ്. ഇതൊരു ആപ്പിൾ ആണ്, ഇതൊരു എലിഫന്റ് ആണെന്നൊക്കെ കുട്ടി പിക്ചറിലൂടെ മനസ്സിലാക്കുകയാണ്, അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണ്. എന്ത്? യൂസിങ് പിക്ചേഴ്സ് ആൻഡ് വിഷ്വൽസ് ഓർ വീഡിയോസ്. എന്തുമാകാം? സിംബൽസോ എന്തുമാകാം. കുട്ടി സീയിങ്, ലേണിംഗ് ബൈ സീയിങ് ആണ് ഇവിടെ നടക്കുന്നത്. എക്സാമ്പിൾ, റെക്കഗ്നൈസിങ് ആൻ ആപ്പിൾ ഫ്രം എ പിക്ചർ. അതാണ് ഇവിടെ എക്സാമ്പിൾ ആയി വരുന്നത്. കുട്ടി ആപ്പിള് പിക്ചറിലൂടെ മനസ്സിലാക്കുകയാണ്. ആ ഒരു കുട്ടി മനസ്സിൽ ആ ഒരു ആപ്പിൾ എന്നത് പിക്ചറിലൂടെ മനസ്സിലാക്കി അവന്റെ മനസ്സിലതുണ്ട്. ഇനി അത് പിന്നീട് റിയലൈസ് ചെയ്ത് അത് റിയൽ എക്സ്പീരിയൻസ് ആയിട്ട് അവന്റെ മുന്നിൽ ആ ഒരു ആപ്പിൾ ഉള്ളപ്പോഴും അവൻ എന്ത് മനസ്സിലാക്കി? ഇതിന് മുന്നേ ഞാൻ പിക്ചറിൽ കണ്ട് മനസ്സിലാക്കിയതാണിത്. അതുപോലെ തന്നെ എലിഫന്റ്, ഏത് ആനിമൽസിനെ പോലും കുട്ടി പിക്ചറിലൂടെ പഠിച്ച് പിന്നീട് നേരിട്ട് കാണുമ്പോൾ ഞാനിത് പഠിച്ചത്, ഇതിന്റെ നെയിം എനിക്ക് അറിയാതെ കുട്ടി പറയും. അതാണ് എന്ത്? ഐക്കോണിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ലാസ്റ്റ് സ്റ്റേജ് ആണ് സിംബോളിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ലേണിംഗ് ബൈ തിങ്കിങ് ആണ്. ലാംഗ്വേജ് ആണ് അവിടെ വരുന്നത്. ലേണിംഗ് ബൈ തിങ്കിങ്. സിംബോളിക് സ്റ്റേജ് ലാംഗ്വേജ് ആണ് അവിടെ വരുന്നത്. ലേണിംഗ് ബൈ തിങ്കിങ്. ഏജ് 7+ years ആണ്. 7+ years ആണ് വരുന്നത്. ലേണിംഗ് ത്രൂ ലാംഗ്വേജ്. ലാംഗ്വേജിലൂടെയാണ് പഠനം നടക്കുന്നത്. തിങ്ക് ചെയ്യാണ് കുട്ടി. ലേണിംഗ് ത്രൂ ലാംഗ്വേജ് യൂസിങ് വേർഡ്സ് ആൻഡ് സിംബൽസ്. 5+3 കാര്യം നമ്മൾ പറഞ്ഞതുപോലെ. എക്സാമ്പിൾ, സോൾവിങ് 5+3 ഇൻ മൈൻഡ്. അല്ലെ, അവൻ മൈൻഡിൽ വെച്ചിട്ട് അവനത് സോൾവ് ചെയ്യാണ്. ഒബ്ജക്ട്സിന്റെ ആവശ്യം അവനില്ല. അവനത് മൈൻഡിൽ വെച്ച് ലാംഗ്വേജിലൂടെ, അവന്റെ ലാംഗ്വേജിലൂടെ, നമ്പേഴ്സ് ആവാം, സിംബൽസ് ആവാം, അവന്റെ മനസ്സിലുള്ള ലാംഗ്വേജിലൂടെ അവൻ എന്ത് ചെയ്യുന്നു? തിങ്ക് ചെയ്ത് അതിന്റെ ആൻസറിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ആണ് ഇനാക്റ്റീവ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് ഐക്കോണിക് സ്റ്റേജ്. തേർഡ് സ്റ്റേജ് ആണ് സിംബോളിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനാക്റ്റീവ് സ്റ്റേജ് 0 to 3 years ആണ് ഏജ് വരുന്നത്. ഐക്കോണിക് സ്റ്റേജ് എന്ന് പറയുമ്പോൾ 3 to 6 years ആണ്. സിംബോളിക് സ്റ്റേജ് എന്ന് പറയുമ്പോൾ 7+ years ആണ് ഏജ് വരുന്നത്. അപ്പോ നമ്മളിപ്പോ നോക്കിക്കൊണ്ടിരുന്നത് എന്താണ്? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആയിരുന്നു. ബ്രൂണറിന്റെ ആയിരുന്നു. 3 സ്റ്റേജസ് ആണ് ഉണ്ടായിരുന്നത്. ആ 3 സ്റ്റേജസ് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് നോക്കിയിട്ടുണ്ട്. എക്സാമ്പിൾ സഹിതമാണ് നോക്കിയേക്കുന്നത്. എക്സാംസിനെല്ലാം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് കണ്ടിട്ട് ഒന്ന് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുകയാണെങ്കിൽ അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ടോപ്പിക്സ് കിട്ടാനുണ്ടോ, അല്ലെങ്കിൽ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് വേറെ ഏതെങ്കിലും ടോപ്പിക്സ് വേണോ, അല്ലെങ്കിൽ ക്ലാസ് എങ്ങനെയുണ്ട്, യൂസ്ഫുൾ ആണോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ലൈക്ക് ചെയ്യുക, പിന്നെ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. കൂടാതെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.